വയനാട്ടിലെ അറിയപ്പെടുന്ന കുരുമുളക് കർഷകനാണ് ഇന്ന് മാട്ടിൽ അലവി. കൃഷി തോട്ടത്തിലല്ല, ചട്ടിയിലാണ്. കറുത്ത പൊന്നിന്റെ സ്വന്തം നാടായിരുന്നു വയനാട്. ആദ്യം വിലത്തകർച്ച, പിന്നെ രോഗങ്ങൾ. കർഷകന്റെ മോഹങ്ങൾ കരിഞ്ഞുണങ്ങി. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട 1000 കർഷകരിൽ ഒരാൾ അലവിയായിരുന്നു. മറ്റു കർഷകർ ആനുകൂല്യങ്ങൾ തേടിപ്പോയപ്പോൾ പ്രതിസന്ധിക്കുള്ള പരിഹാരം കണ്ടെത്താനായിരുന്നു അലവിയുടെ യാത്ര. അദ്ദേഹം അതിനുള്ള പ്രതിവിധി കണ്ടെത്തി. ISROയിൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ B. ശശികുമാർ കാട്ടിക്കൊടുത്ത വഴിയിലൂടെ അലവി സഞ്ചരിച്ചു. എങ്ങനെയാണ് കൃഷി? എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മേൽമണ്ണും ചാണകപ്പൊടിയും ആദ്യം എടുത്ത് മിക്സ് ചെയ്യണം. 2:1:1 അനുപാതത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. മേൽമണ്ണ് 2, ചാണകപ്പൊടി 1, മണൽ 1. ഈ അനുപാതത്തിലെടുത്ത് നമ്മൾ കൂടെ നിറയ്ക്കുക. കൂടെ നിറക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടയ്ക്ക് നല്ല ഓൾസ് കൊടുക്കണം. നല്ല ഓൾസ് കൊടുത്തിട്ടില്ല വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ ഓൾസ് നല്ല കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കൂടെ നന്നായി ടൈറ്റായിട്ട് നിറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നല്ല മാതൃവൃക്ഷത്തിൽ നിന്ന് വേണം ഇത് ചെടികൾ എടുക്കാൻ. നല്ല അത്യുൽപാദന ശേഷിയും ആരോഗ്യമുള്ള ചെടിയിൽ നിന്ന് വേണം നമ്മളിത് എടുക്കാൻ. 1 വർഷം പ്രായമായ കണ്ണിത്തലകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. 1 വർഷം പ്രായമെന്ന് വെച്ചാൽ തത്തപ്പച്ച കളറ് ഉള്ള കണ്ണിത്തലകളാണ് എടുക്കേണ്ടത്. അതിൽ കണ്ണിത്തലകൾ മൂപ്പാകും തോറും നമ്മൾ അതിൻ്റെ വിളവ് കുറയും. അതിലാണ് 1 വർഷം പ്രായമായ കണ്ണിത്തലകൾ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആ കണ്ണിത്തലകൾ എടുത്ത് നമ്മൾ ഈ പറയുന്ന മിശ്രിതത്തിൽ കൂടുതൽ കെറാഡിക്സ് B എന്ന് പറയുന്ന റൂട്ട് ഹോർമോണിൽ മുക്കി ഇട്ട് വേണം ചെയ്യാൻ. റൂട്ട് ഹോർമോണിൽ മുക്കി അത് നല്ല കവറിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നനച്ച് അത് കൂടുതൽ കൊണ്ട് നല്ല ബന്തോസായിട്ട് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 10-15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലെ ഒന്ന് തുറന്നു നോക്കുക. തുറന്നു നോക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഈർപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ചെറിയൊരു നനവ് കൊടുക്കുക. നനവ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കവർ മൂടുക. അങ്ങനെ ഒരു 60 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൽ വേര് പിടുത്തം ഉണ്ടാകും. ആ വേര് പിടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഒരു 10-15 ദിവസം തണലത്തേക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ചട്ടികളിലേക്ക് മാറ്റാം. ചട്ടികളിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ അതേ മിശ്രിതം തന്നെയാണ് നമ്മൾ ചട്ടികളിലേക്ക് മാറ്റുമ്പോഴും വേണ്ടത്. മണൽ, ചാണകപ്പൊടി, മേൽമണ്ണ് 2, ചാണകപ്പൊടി 1, മണൽ 1. ഈ മിശ്രിതം നമ്മൾ ചട്ടിയിൽ ഒരു ലെയർ നല്ല ഇഷ്ടിക പൊട്ടിട്ട് വെള്ളം വാർന്നു പോകാൻ അതിൻ്റെ ശേഷം ഈ മിശ്രിതം നടത്തിയാണ് കൂടെ നല്ല വേരിന് ചതവ് പറ്റാത്ത തോതിൽ കൂടെ കീറിയെടുത്ത് ഈ ചട്ടിയിലേക്ക് മാറ്റണം. ചട്ടിയിലേക്ക് മാറ്റി നമുക്കൊരു 5.5 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് വിളവ് തരും. വിളവ് തരുമ്പോൾ നമ്മളിത് ചട്ടിയിലേക്ക് മാറ്റി ഒരു 3.5 മാസം ആകുമ്പോൾ തന്നെ നമ്മളിത് വളങ്ങൾ കൊടുക്കാം. ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ, രാസവളം കൊടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ രാസവളം കൊടുക്കുക, അല്ലെങ്കിൽ ജൈവവളമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ജൈവവളം കൊടുക്കാം. രാസവളമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ 2 മാസം കൂടുമ്പോഴും യൂറിയ 2 ഗ്രാം, പൊട്ടാഷ്യം 3 ഗ്രാം, ഫോസ്ഫറസ് 3 ഗ്രാം ഈ തോതിൽ നമ്മൾ കൊടുക്കണം. ഇനി ജൈവവളമാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓരോ 2 മാസം ഇടവിട്ടിട്ടും 200 ഗ്രാം ചാണകപ്പൊടി, 15 ഗ്രാം കടലപ്പിണ്ണാക്ക്, 30 ഗ്രാം വേപ്പ് പിണ്ണാക്കും വേണം ഇത് കൊടുക്കാൻ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5-5.5 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് കുരുമുളക് കായ്ക്കാൻ തുടങ്ങും. വള്ളി നട്ട് 5 മാസത്തിനുള്ളിൽ കായ് വരും. ഏത് കാലാവസ്ഥയിലും സീസണില്ലാതെ വിളവ് കിട്ടും. ഒരു ചട്ടിയിൽ നിന്ന് 1 കിലോ കുരുമുളക് വരെ കിട്ടുമെന്ന് അലവി ഉറപ്പു നൽകുന്നു. നമുക്കൊരു 7 വർഷം തുടർച്ചയായിട്ട് കുറ്റി കുരുമുളകിൽ നിന്ന് ഉൽപാദനം കിട്ടും, വരുമാനവും കിട്ടും. രാസവളമോ ജൈവവളമോ പ്രയോഗിക്കാം, പക്ഷെ അത് അളവിൽ കൂടരുത്. അലവി ഇന്ന് ആഹ്ലാദത്തിലാണ്. പ്രതീക്ഷകൾ പടർന്നു കയറുകയാണ്. അനുഭവം അലവിയെ പഠിപ്പിച്ചു, കൃഷി ചതിക്കില്ല. ഷമീർ മച്ചിങ്ങലിനൊപ്പം നിഷാന്ത്, മാതൃഭൂമി ന്യൂസ്, വയനാട്.